കഴിഞ്ഞ ലോക്സഭാ കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം ഉറ്റുനോക്കിയ ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ മണ്ഡലം. ഇന്നത് തിരുവനന്തപുരം കോർപ്പറേഷനായി ചുരുങ്ങുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് നേടും? കഴിഞ്ഞ ദിവസം 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയായി. അതിൽ ഈ 7 ജില്ലകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 45 വർഷമായിട്ട് LDF ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. എന്നാൽ ആ 45 വർഷത്തെ ഭരണം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നഗരവാസിയെ എനിക്കടക്കം പറയാൻ കഴിയും. ഫണ്ടില്ലാഞ്ഞിട്ടാണോ എന്ന് വെച്ചാൽ അല്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ 45 വർഷത്തിൽ നമുക്ക് 35 മാറ്റി കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ ധാരാളം ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ അമൃത് പദ്ധതിയിൽ കൂടെയും മറ്റ് ചില സ്കീമുകളിൽ കൂടെയും വൻതോതിലുള്ള തുകയാണ് കോർപ്പറേഷൻ ലഭിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ തനത് ഫണ്ടായിട്ട് ഓരോ വർഷം 2000 കോടി രൂപ, അതായത് 10000 കോടി രൂപ 5 വർഷം കഴിഞ്ഞ 5 വർഷം മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടുന്ന തദ്ദേശ വിഹിതങ്ങൾ ഉപയോഗിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന് നമ്മുടെ നഗരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ഓരോ നഗരവാസിക്കും അറിയാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൊടിയ അഴിമതിയായിരുന്നു. 21-കാരിയായ മേയർ അവതരിപ്പിച്ചുകൊണ്ട് സദ്ഭരണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും, ചെറുപ്പക്കാരിലേക്ക് ഞങ്ങൾ ഭരണം കൈമാറുന്നു എന്നുള്ള പ്രചരണത്തോടെയാണ് 2020 ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന CPM-ൻ്റെ ഒരു ഇള തലമുറയിൽപ്പെട്ട ഒരാളിനെ മേയറായിക്കൊണ്ട് നഗരസഭാ ഭരണം തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഈ മേയറുടെ നേതൃത്വത്തിൽ മാലിന്യം മുതൽ പൊങ്കാല വരെയുള്ള കാര്യങ്ങളിൽ അഴിമതി നടക്കുന്നതായിട്ടാണ്. നടക്കാത്ത പൊങ്കാലയ്ക്ക് വരെ മണ്ണന്തല വരെ പൊങ്കാലക്കലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് റോഡ് ശുചീകരിക്കുന്നതിന് ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയെടുക്കുകയും അഴിമതി കാണിക്കുകയും ചെയ്ത ഒരു മേയർ ഭരണമായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CPM വളരെ ബുദ്ധിപരമായിട്ട് ആര്യ രാജേന്ദ്രനെ ഒതുക്കി. അത് എനിക്കൊന്ന് കേരള ചരിത്രത്തിൽ, എനിക്കറിയുന്ന രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവമാണ്. കാരണം നിലവിലുള്ള ഒരു മേയറെ അവർക്ക് സീറ്റ് കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ, അവരെ ഈ പ്രചരണത്തിന് പോലും ഉപയോഗിച്ചില്ല. അക്ഷരാർത്ഥത്തിൽ ആര്യ രാജേന്ദ്രനെ CPM നാട് കടത്തുകയായിരുന്നു. അവിടെ തന്നെ CPM പരാജയം സംബന്ധിച്ചു എന്നുള്ളതാണ് വാസ്തവം. കാരണം എന്തെങ്കിലും ജനങ്ങളോട് പറയാനുണ്ട് എങ്കിൽ അത് പറയേണ്ടിയിരുന്നത് ഈ മേയറെ വെച്ചിട്ടാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ ഇവരുടെ തല കണ്ടാൽ ജനം എന്മാസായിട്ട് BJPക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഭീതി കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടക്കത്തിലേ ബാധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ അവരുടെ സ്വന്തം വാർഡായ മോഡോൺ മോൾ പോലും അവരെ പ്രചരണത്തിന് അവർ ഇറക്കിയില്ല എന്നുള്ളതാണ് വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്നൊരു സംഭവം. കേരള ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിരിക്കാം. മറുപക്ഷത്ത് BJP പ്രധാന പ്രതിപക്ഷമാണ് നിലവിൽ. അവർക്ക് 35 സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. ആ 35 സീറ്റിനെ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരിക, ഭരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് BJP ലക്ഷ്യം വെച്ചത്. ആ അടിസ്ഥാനത്തിൽ അവർ ഭംഗിയായി പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് ഈ പ്രചരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മനസ്സിലായത്. അതായത് വീടുകൾ കയറി ഇറങ്ങിയുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻ ചെയ്തു. അതുപോലെ തന്നെ ഈ ക്യാമ്പയിനിങ്ങിന് പുതിയ രീതികൾ, ടെക്നോളജി അടക്കമുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചു. വികസന രേഖ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രിയെ കൊണ്ട് നഗരത്തിൻ്റെ സമ്പൂർണ്ണ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതി രേഖ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CPM-നെ സംബന്ധിച്ചിട്ട് ഒരു ഭീതിയും BJPക്ക് ഒരു പ്രതീക്ഷയും ആണ് കഴിഞ്ഞ ദിവസം തീർന്ന തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. ഇന്നലെ തന്നെ ഒരു സർവേ പുറത്തുവിട്ടിരുന്നു. അതിനെതിരെ ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ട് CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ആ സർവേയിൽ പറയുന്നത് BJPക്ക് 60 മുതൽ 65 സീറ്റ് വരെ ലഭിക്കുമെന്നാണ്. അത്രയും ലഭിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ടോ? അല്ല, സർവേകളെ നമ്മളങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല. പക്ഷേ അതിലൊരു സത്യം ഒളിഞ്ഞു കിടക്കുന്നത് ഭൂരിപക്ഷം ഈ നമ്പറിൽ വരുമോ എന്നുള്ളത് സംശയമുണ്ട്. പക്ഷേ ഭൂരിപക്ഷം BJP കിട്ടും എന്നാണ് നിലവിലുള്ള അവസ്ഥയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. വാർഡ് വിഭജനം നടന്നത് CPM-ന് തിരിച്ചറിയാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ആളുകളുടെ പേരും അവരുടെ ജാതിയും മതമൊക്കെ നോക്കിയിട്ടാണ് ഈ വാർഡ് വിഭജനം CPM നടത്തിയിട്ടുള്ളത്.
അപ്പോൾ ഹിന്ദുക്കളെല്ലാം പോയി BJP വോട്ട് ചെയ്യും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവർ വാർഡ് വിഭജനം നടത്തിയത്. എന്നിട്ട് ഈ മറ്റ് ജനവിഭാഗങ്ങളുള്ളതിനെയൊക്കെ അവരെന്ത് ചെയ്തു, അവിടെ ഈ മുസ്ലിം കാൻഡിഡേറ്റ്സിനെയോ അല്ലെങ്കിൽ CPM-ൻ്റെ ചിഹ്നം വിട്ടിട്ട് സ്വതന്ത്ര ചിഹ്നങ്ങളിലൊക്കെ ആളുകൾ മത്സരിപ്പിച്ചു. ഇത് ജനങ്ങളിൽ ഈ പ്രശ്നം എത്തിയപ്പോൾ അത് BJP അത് നന്നായിട്ടത് BJPയും കോൺഗ്രസും നന്നായിട്ടത് പിന്നെ ഫീൽഡിൽ അത് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ൻ്റെ ഈ നടപടി ഫലത്തിൽ പിന്നെ ഗുണമാകാൻ പോകുന്നത് BJPയാണ്. കാരണം ഹിന്ദു വോട്ടുകളെല്ലാം കൂടെ സ്വാഭാവികമായിട്ടും കൺസോളിഡേറ്റ് ചെയ്യും. കാര്യം അവരുടെ വാർഡ് പിന്നെ ഇന്നലെ വരെ ആയിരുന്ന വാർഡിനെ തൊട്ടപ്പുറത്ത് റോഡിൻ്റെ അപ്പുറം വെച്ച് വെട്ടിമുറിച്ചതിൽ ആളുകൾക്കൊന്നുണ്ട് വലിയ ആശങ്കയും അവർക്ക് പരാതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഗുണമാകാൻ പോകുന്ന ഒരു പക്ഷേ BJPക്കാണ് സാധ്യത. മാത്രമല്ല നിലവിലുള്ളൊരു സീറ്റിൻ്റെ ഒരു ക്രമമുണ്ടല്ലോ, 55 സീറ്റ് LDF-നും 35 നമ്മുടെ BJPക്കും 10 സീറ്റ് കോൺഗ്രസിനാണ് നിലവിലുള്ളത്. എനിക്ക് ആ പാറ്റേൺ നേരെ വിപരീതമാവാനുള്ള സാധ്യത എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതായത് ഈ 35ലേക്ക് CPM വരികയും അവർ നേരത്തെ ഉണ്ടായിരുന്ന 55ലേക്ക്, അതായത് പിന്നെ 50 മുതൽ 56-57 വരെയൊക്കെയുള്ള ഒരു സീറ്റിലേക്ക് BJP കടന്നു വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ചില സീറ്റുകളിൽ പുതുതായിട്ട് 1-2 സീറ്റ് പുതുതായിട്ട് നേടും എന്നുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അത് ഈ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാർഡ് വിഭജനം തങ്ങൾക്ക് ഗുണമാവും എന്ന് കരുതിയ CPM-ന് പലപ്പോഴും അത് തിരിച്ചറിയാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ടെന്നാണ്. അല്ല, അവരുടെ ശക്തി കേന്ദ്രങ്ങളെയല്ലേ ഈ സ്വാധീനമില്ലാത്ത മേഖലയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ BJP വിജയിക്കുന്ന മേഖലയിൽ കൂടുതൽ തങ്ങൾക്ക് സ്വാധീനമുള്ള കുറച്ച് വാർഡുകളെ കൂട്ടിച്ചേർക്കും. അതായിരുന്നു അവരുടെ തന്ത്രം. അതന്നെ, അങ്ങനെ കൂട്ടിച്ചേർത്തത് മറുഭാഗത്ത് എന്താ സംഭവിച്ചത്? ഇവരെല്ലാം കൂടെ യുണൈറ്റ് ചെയ്തു, ഹിന്ദു വോട്ട് കൺസോളിഡേറ്റ് ചെയ്തു. ഇന്ന കാരണം കൊണ്ടാണ് ഈ വാർഡ് വെട്ടിമുറിക്കപ്പെട്ടത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു വാശിയുടെ പുറത്ത് എന്ത് ചെയ്യും, പിന്നെ BJP വോട്ട് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായിട്ടാണോ ഈ വാർഡ് വിഭജനം നടത്തിയെന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് ഉത്തരം പറയാനുള്ളൂ. എപ്പോഴും ഒരു ഡീലിമിറ്റേഷൻ നടത്തുമ്പോഴത്തേക്ക് അതിനെ ശാസ്ത്രീയമായിട്ട് അതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ട് വേണം ചെയ്യേണ്ടത്. ഇതത് ചെയ്തിട്ടില്ല. കാരണം ചില വാർഡിൽ 10,000-ന് മുകളിൽ വോട്ടും ചില വാർഡിൽ 5,000-ൽ താഴെ വോട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് എന്താണ് ഈ ആസൂത്രണം നടത്തി ചെയ്യാത്തതിൻ്റെ എടുപിടിയൊന്നും ചെയ്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, നഗരസഭാ ഭരണം നിലനിർത്തണം. കാരണം ഈ ആര്യാരാജേന്ദ്രൻ ഉണ്ടാക്കിയ ചിത്തപ്പേര് നമുക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ ഇല്ല, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, അതോ ജനം നമുക്ക് വോട്ട് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരികിട പരിപാടി പിന്നെ സർക്കാർ ചെയ്തത്. പക്ഷെ അത് ഫലത്തിൽ സംഭവിച്ചെന്താണെന്നറിയാമോ? വലിയ തോതിലുള്ള ഈ നേരത്തെ പറഞ്ഞ 12,000 വോട്ടൊക്കെ ഉള്ള ബൂത്തിലൊക്കെ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. ആളുകൾ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ 5,000-ന് താഴെ ഉള്ളിടത്താണെങ്കിലോ വളരെ പെട്ടെന്ന് പിന്നെ വോട്ട് പ്രക്രിയ പൂർത്തിയാവുകയും ചെയ്തു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ ഫണ്ട് വിനിയോഗം ചെയ്യുന്നതിൽ ഇത് പ്രശ്നം സംഭവിക്കും. ഇപ്പോൾ എല്ലാ വാർഡുകൾക്കും ഒരേ രൂപത്തിലായിരിക്കുമല്ലോ അവർ തുക കൊടുക്കുന്നത്. അപ്പോൾ 5,000 ഉള്ള പിന്നെ വീടുകളുള്ള വാർഡിനും 12,000 ഒരേ തുകയായിരിക്കും വരാൻ പോകുന്നത്. ഭാവിയിൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് ഇത് കടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഒരു എന്താണ് ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത രീതിയിലാണ് ഈ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ദുരനുഭവം സ്വാഭാവികമായിട്ടും CPM തന്നെ അനുഭവിക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് ഇതിലെ റോൾ എന്താണ്? കാരണം പലരും പറയുന്നുണ്ട് കോൺഗ്രസിന് ഉള്ള സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ്. അതിൽ വാസ്തവമുണ്ടോ? അല്ല, കോൺഗ്രസിന് ഉള്ള സീറ്റ് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഈ നിലവിലവർക്ക് 10 സീറ്റാണുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്ന അവർക്ക് 2-3 സീറ്റൂടെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയാണ്. അല്ല, അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ കവടിയാറുണ്ട് ശബരി മത്സരിക്കുന്ന. ശബരി വിജയിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അവർ മുൻപ് വിജയിച്ചിരുന്ന, പിന്നീട് ഒരു കുന്നുകുഴി വാർഡുണ്ട്, IBV, അവിടെ കോൺഗ്രസ് ആണ് വിജയിച്ചത്. സ്വാഭാവികമായി തന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു പിടിക്കും. അങ്ങനെ പല വാർഡുകൾ നഷ്ടമാകുമല്ലോ. അല്ല, ഇതില് ഈ കവടിയാറിനെ സംബന്ധിച്ചിട്ട് അവിടെ ശബരിനാഥൻ തോക്കുന്നുള്ള സംശയമൊന്നുമില്ല. ഇപ്പൊ ശബരിനാഥൻ മാത്രമല്ലല്ലോ കോൺഗ്രസ്, ഇതെല്ലാം കോൺഗ്രസിന്റെ സീറ്റുകളാണ്. അല്ല, അത് തന്നെയാണ്. പക്ഷേ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് CPM-ന്റെ ചില വിമതന്മാർ മത്സരിക്കുന്ന ചില പിന്നെ വാർഡുകളുണ്ട്. ആ വാർഡുകളിൽ സ്വാഭാവികമായിട്ട് അവരുടെ മുൻതൂക്കം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്കാണുള്ളത് മറുപക്ഷത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇവരുണ്ടല്ലോ ഈ യഥാർത്ഥത്തിൽ CPM-കാരുടെ അണികൾ ഈ വിമതനുള്ളത് കൊണ്ട് തന്നെ BJP ജയിക്കുന്നുള്ള ഭീതി കൊണ്ട് അവർ കോൺഗ്രസിന് കുത്തും. അങ്ങനെ കോൺഗ്രസ് എത്തുമ്പോൾ ആ രൂപത്തിലാണ് 1-2 സീറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയമായി വിജയിക്കും എന്നുള്ള അർത്ഥത്തിലല്ല. അത് ഈ 10-ൽ നിന്നും 1-2 സീറ്റ് കൂടി വർദ്ധിക്കാനുള്ള സാധ്യത, വലിയൊരു നേട്ടം അവർക്ക് എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. നിലവിൽ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, നഗരസഭയിൽ വെറും 58% പോളിംഗ്, വളരെ കുറഞ്ഞ പോളിംഗാണ് കോർപ്പറേഷൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിൽ വലിയ കുഴപ്പമില്ലാത്ത പോളിംഗ് ഉണ്ടെങ്കിൽ പോലും 58% പിന്നെ നഗരസഭ രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
അപ്പോൾ ഈ പോളിംഗ് കുറഞ്ഞതും വലിയൊരു പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും ഇത് പിന്നെ BJPക്ക് അനുകൂലമായി വരാനാണ് സാധ്യത. ഈ പറഞ്ഞ ഈ സർവേ ഫലം എന്ന് പറയുന്നത് അത് അവർ 60-65 സീറ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പിന്നെ ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം BJPക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.